ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ നമ്മളിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം അധ്യായമാണ്. പൗലോസും ബർന്നബാസും കൂടി ഇക്കോണിയ എന്ന് പറയുന്ന പട്ടണത്തിൽ തങ്ങളുടെ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുകയാണ്. യഹൂദരുടെയും വിജാതികളുടെയും ഒക്കെ ഇടയിൽ അവർ നടത്തപ്പെട്ട അവരുടെ ആ പ്രവർത്തനം വളരെ വിജയകരമായി. അവരുടെ വിശ്വാസത്തിന് ഉപോദ്ബലകമായി അനേകം അത്ഭുതങ്ങൾ അവിടെ ചെയ്യുവാൻ പൗലോസ്ലീഹായ്ക്ക് സാധിക്കുന്നുണ്ട്. ആരംഭത്തിൽ ആളുകളൊക്കെ അവനെ സ്വീകരിച്ചെങ്കിലും യഹൂദന്മാരെ വിജാതികളെ പ്രേരിപ്പിച്ച് സംയുക്തമായി സ്ലീഹന്മാരെ ഉപദ്രവിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ദൈവകൃപയും ദൈവത്തിൻ്റെ നടത്തിപ്പോടുകൂടിയുള്ള അത്ഭുതങ്ങളും കണ്ട് സ്ത്രീഹന്മാരോടൊത്ത് ഉറച്ചു നിൽക്കുകയാണ്. കല്ലേറ് വരെയുള്ള പീഡകൾ ഒക്കെ പൗലോസ്ലീഹായ്ക്ക് അവിടെ സഹിക്കേണ്ടി വരുന്നുണ്ട്. മരിച്ചുവെന്ന് വിചാരിച്ച ആളുകൾ അവനെ പുറത്തു കൊണ്ടിട്ടുന്നു. അവിടുന്ന് പൗലോസ്ലീഹ വീണ്ടും കൂടുതൽ ശക്തിയോടെ എഴുന്നേറ്റ് പ്രവർത്തിക്കുകയാണ്. 8 മുതൽ 20 വരെ നമ്മൾ വായിക്കുന്ന ലൂസ്ത്രായിലെ പൗലോസിൻ്റെ പ്രവർത്തനമാണ്. ജന്മനാ മുടന്തനായവനെ പൗലോസ്ലീഹ അവിടെ സൗഖ്യം നൽകുന്നു. പൗലോസ്ലീഹ അവനെ സൂക്ഷിച്ച് നോക്കി എന്ന് നമ്മൾ വായിക്കും. ഇത് തന്നെയാണ് പത്രോസും യോഹന്നാനും കൂടി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ പുറവിലെ മുടന്തനായിരുന്ന ഒരുവനെ കാണുകയും അവനെ സൂക്ഷിച്ച് നോക്കിയെന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ സൗഖ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പൗലോസ്ലീഹ സംസാരിക്കുന്നത് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു. അവന് രക്ഷ പ്രാപിക്കുവാനുള്ള വിശ്വാസമുണ്ടായിരുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പൗലോസ്ലീഹ അവിടെ കൽപ്പിക്കുകയാണ്. അവൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് തുള്ളിച്ചാടി ദൈവത്തെ അവിടെ മഹത്വപ്പെടുന്നതായി നമ്മൾ വായിക്കുന്നു. ഇത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ ജനങ്ങൾ, അവരെല്ലാം വിജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളായവരും വിജാതികളായിട്ട് വചനം കേൾക്കുന്നവരുമുണ്ട്. പൗലോസും ബർന്നബാസും ഒക്കെ ദേവന്മാരാണെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനത്തോടുകൂടി അവർക്ക് യാഗമർപ്പിക്കുവാനും അവരെ ആരാധിക്കുവാനും ജനം ഇവിടെ ആരംഭിക്കുന്നുണ്ട്. അവരെ ദേവന്മാരെന്നുള്ള വിധത്തിൽ ജനം കരുതിയപ്പോൾ സ്നാപക യോഹന്നാനെ പോലെ അവരുടെ നിസ്സാരത അവരവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ ഏതുമില്ല, കർത്താവിൻ്റെ ശക്തിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് അവരെ ഗ്രഹിപ്പിച്ചു. മിഥ്യാദൈവങ്ങളെ വിട്ടകലുവാനുള്ള ദൂതന് ലഭിച്ച അവസരം അവർ അവിടെ ശരിയായിട്ടും അവിടെ വിനിയോഗിച്ചു. നമ്മളത് മനസ്സിലാക്കണം. അന്ന് ആ ശിഷ്യന്മാർ അപ്രകാരം പ്രവർത്തിച്ചു. ആധുനിക യുഗത്തിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രവർത്തനങ്ങൾ ദൈവനാമത്തിൽ സംഭവിച്ചാൽ സ്വയം ദൈവമാകാനും ഉള്ള ഒരു പ്രവണതയാണ് ഇന്ന് മനുഷ്യരിൽ കാണുന്നത്. എന്നാൽ ആദിമ സഭയിൽ അങ്ങനെ ആയിരുന്നില്ല. സ്ത്രീഹന്മാരെ, കാരണം അവരെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. അവരുടെ ലക്ഷ്യം ദൈവനാമ മഹത്വം മാത്രമാണ്. ജനങ്ങൾ ദൈവത്തിലേക്ക് തിരിയുക, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് മാത്രം ലക്ഷ്യമായതുകൊണ്ട് സ്വയം പേരെടുക്കുവാനോ സ്വയം ദേവന്മാരാകുവാനോ ഒന്നും അവരാരും അവിടെ തയ്യാറായില്ല. എന്നാൽ ആധുനിക യുഗത്തിൽ അതിന് നേരെ എതിരായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ പല സംഭവങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങളെ പൗലോസ്ലീഹ അവരെ അവിടെ ബോധ്യമാക്കുന്നുണ്ട്. ദൈവം ഏകദൈവമാണ്, പല ദേവന്മാരില്ല. ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ്. ദൈവത്തിൻ്റെ മഹാകരുണയാണ് ഈ മനുഷ്യനിൽ ഇവിടെ പ്രവർത്തിച്ചത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ ഭവനങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ ഒരു വശത്ത് ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ശക്തിയോടെ പ്രവർത്തനം അവിടെ നടക്കുകയാണ്. ഈ പൗലോസ്ലീഹായെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ പൂർവ്വചരിത്രം എന്താണ്? ഒരു കാലത്ത് ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ ഭവനങ്ങളിൽ നിന്നും വലിച്ചെടിച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചവനാണ് അദ്ദേഹം.
ഇന്നിപ്പോൾ അതേ ക്രിസ്തുവിന് വേണ്ടി കല്ലേറേറ്റ് മരിച്ചവനെ പോലെ പട്ടണത്തിൽ നിന്ന് വലിച്ചിഴയ്ക്കപ്പെടുവാൻ തക്കവണ്ണം അദ്ദേഹം ക്രിസ്തുവിനെ സ്നേഹിക്കുകയാണ്. ഇതാണ് ദൈവവിളി കേൾക്കുന്ന ഒരു മനുഷ്യന് വരുന്നതായ വലിയ വ്യത്യാസം. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ അവിടെ തയ്യാറാവുകയാണ്. അവർ വീണ്ടും മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോവുകയും ദൈവനാമത്തിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജനത്തിനു വേണ്ടി ആ എതിർപ്പിൻ്റെ മധ്യത്തിലുള്ളതായ അവരുടെ കരുതൽ കാണാൻ പറ്റും. സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുകയും ചെയ്യണം. ദൈവരാജ്യ പ്രവേശനത്തിന് പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ നമ്മൾ സ്വമനസ്സ് അനുഭവിക്കാൻ തയ്യാറാവണം എന്ന് വിശ്വാസികളെ പൗലോസ്ലീഹ അവിടെ ഗ്രഹിപ്പിക്കുന്നുണ്ട്. അവർ കൂടുതലും ചെയ്യുന്നത് ഉപവാസവും പ്രാർത്ഥനയുമാണ്. ഒരു സുവിശേഷകൻ്റെ മുഖമുദ്രയാണ് ഉപവാസവും പ്രാർത്ഥനയും. കർത്താവ് തൻ്റെ പരിശുദ്ധ നാളുകളിൽ കൂടുതലും ചെയ്ത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണല്ലോ സുവിശേഷങ്ങളിൽ. സന്ധ്യയായപ്പോൾ പടകിനെ പറഞ്ഞുവിട്ട് പുരുഷാരത്തെ പിരിച്ചുവിട്ട് അവൻ തനിയെ മലയിലേക്ക് പോവുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ പിതാവിൽ നിന്ന് ലഭിച്ചതായ ശക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ വലിയ ഊർജം. സ്ത്രീഹന്മാരും അതേ മാർഗം തന്നെയാണ് ഇവിടെ പലപ്പോഴും തുടരുന്നതായി കാണുന്നത്. അവരെ ദൈവാത്മാവിനാൽ കാശീശന്മാരെ ഒക്കെ പട്ടം കൊടുത്ത് പിന്നീട് അവിടെ നിയമിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പീഡ ഏറ്റിട്ടും കല്ലേറ് കൊണ്ടിട്ടും മരിക്കാറായിട്ടും ആ ദൈവത്തിനു വേണ്ടി പൗലോസ് ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഇന്നത്തെ പോലെ എന്തുകൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടിയല്ല പ്രവർത്തിച്ചത്, ദൈവം എന്തുകൊണ്ട് എന്നെ സംരക്ഷിക്കുന്നില്ല എന്നൊരു ചോദ്യം അവിടെയില്ല. ദൈവം ജീവിക്കുന്നുവെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം പൗലോസിന് അന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ദൈവിക ദർശനത്തിൽ മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നവനാണ്. അപ്പോൾ തൻ്റെ ശരീരമോ തൻ്റെ സുരക്ഷിതമോ ഒന്നും പൗലോസിനിവിടെ പ്രശ്നമല്ല. പൗലോസ് പിന്നീട് പറയുന്നുണ്ടല്ലോ, ഞാൻ മരിച്ചു, ക്രിസ്തുവിൽ മറഞ്ഞു, ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയെന്ന് പറയാൻ സാധിക്കുന്ന ആ വലിയ ഒരനുഭവം. അതാണ് യഥാർത്ഥ സുവിശേഷകൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ വളരെ പ്രയാസമാണ്. എല്ലാവരും അവരവരുടെ സംരക്ഷണത്തിന് വേണ്ടിയും അവരവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയും അവരവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയും മാത്രം ദൈവനാമം വിനിയോഗിക്കുന്ന ഒരു രീതിയാണ് ആധുനിക ക്രൈസ്തവ യുഗത്തിൽ നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയാണ് ഇന്നുള്ളത്. എന്നാൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം നമുക്ക് മാതൃകയാവട്ടെ. എല്ലാ ലക്ഷ്യവും ദൈവനാമമഹത്വത്തിനായി ഭവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൽ വരുന്നതായ എല്ലാ കഷ്ടതകളും എല്ലാ ദുരിതങ്ങളും എല്ലാ പ്രതിസന്ധികളും ദൈവനാമമഹത്വത്തിനായി ഭവിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ സ്വീകരിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്കിടയാകണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ 14-ാം അധ്യായം ഇന്ന് പകൽക്കാലം വായിച്ച് ധ്യാനിക്കുവാൻ നമുക്കിടയാകട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.